ചില മാധ്യമങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുണ്ട കാലം തിരിച്ചു വരുമോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് വേണ്ടി തുടക്കമിട്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ വരുന്നത് സത്യങ്ങൾ അല്ല, അർദ്ധസത്യങ്ങളാണ്, പലപ്പോഴും പച്ച നുണകളുമാണ് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഈയിടെയായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങളോട് മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി വർഷങ്ങളായിട്ട് ഞാൻ ഈ ചാനൽ നടത്തുന്നു. ഞാൻ നിങ്ങളോടൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഈ പറയുന്ന ഇതിൽ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ താല്പര്യമുള്ള ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും എന്ന് പറയുന്ന എൻ്റെ വിശ്വാസം കൊണ്ടാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി നമുക്കറിയാം ഒരു പെൻസിൽ വര കാണിച്ചുകൊണ്ട് അത് വിള്ളലാണെന്ന് പറയുകയും പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളെയും അതുപോലെ തന്നെ എം സ്വരാജിനെയും ചേർത്തുള്ള ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും എം സ്വരാജ് കാണാത്തൊരാൾ കണ്ടുവെന്നും അദ്ദേഹത്തെ ഒരു ഹിന്ദു തീവ്രവാദിയുമായിട്ടൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ 2-3 ദിവസം ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആളുകൾ വോട്ട് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയുകയും ഞാൻ എന്നെ തന്നെ താക്കീത് ചെയ്തു എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടു. അതൊരു പഴയ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾ വസ്തുതാപരമായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വസ്തുതകൾ പറയാൻ ഈ ചാനൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബിസിനസ് ഹൗസുകളിൽ നിന്നുള്ള പരസ്യം നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാം. ഇത്തരത്തിലുള്ള പല ഓപ്ഷനുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇതേവരെ ചെയ്യാത്തത് സത്യം പറയണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള അത്തരം വാർത്തകൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പിന് ഒരു മാസത്തേക്ക് 179 രൂപയാണ് ലെവൽ 1-ൽ, രണ്ടാമത്തേത് 359 രൂപയാണ്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ കൂടുതലുള്ള എമൗണ്ടുകളുണ്ട്. അതൊക്കെ താല്പര്യം അനുസരിച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അല്ലാതെയും സാമ്പത്തികമായി നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക്, കാരണം നമ്മൾ കുറച്ചുകൂടി ഇത് വലുതാക്കാൻ ആലോചിക്കുന്നുണ്ട്, കുറച്ചുകൂടി ആളുകളെ എടുത്തു വെക്കാൻ ആലോചിക്കുന്നുണ്ട്, കുറച്ചുകൂടി ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം വേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം നുണകളൊക്കെ നമുക്ക് യഥാസമയം പൊളിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഇവിടെ ആരും പറയാത്ത വാർത്തകൾ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇത് ചെയ്തത് കൊണ്ടിട്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പോലും നിങ്ങൾക്ക് ആകെയുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി അത് ചെയ്തില്ലെങ്കിലും നിങ്ങൾ വീഡിയോകൾ മുഴുവനായി കാണുകയും കമൻറ്റുകളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ പവർ കട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ പവർ കട്ട് എന്ന് വിളിക്കണോ ലോഡ് ഷെഡിങ് എന്ന് വിളിക്കണോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു ടെക്നിക്കലായിട്ടുള്ള റീസണാണ്. അതായത് മുൻകൂട്ടി അറിയിക്കാതെ ആകുമ്പോൾ പവർ കട്ടും മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണെങ്കിൽ ലോഡ് ഷെഡിങ്ങും എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ചില ആളുകളൊക്കെ തന്നെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ. 2015-2016 ഏതാണ്ട് 3763 മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മളുടെ പ്രതിദിന ഉപഭോഗം ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ആ സമയത്ത് പോലും രാത്രിയും അതുപോലെ പകലും രാത്രിയുമായിട്ട് അരമണിക്കൂർ വീതമുള്ള പവർ കട്ടുകൾ ഉണ്ടായിരുന്നു. വ്യാവസായിക മേഖലയിൽ 25% വരുന്ന പവർ കട്ടുകൾ ഉണ്ടായിരുന്നു. ആ പവർ കട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ അതുമാത്രമല്ല വേറെ ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു മാസം 1000 യൂണിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 750 യൂണിറ്റ് എടുക്കാൻ പറ്റും. 750 യൂണിറ്റിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പണമടക്കേണ്ടി വരും എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ തോതിലുള്ള ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മളെത്തി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ 70-74% വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. പക്ഷെ അത് കുറച്ചുകൂടി പ്രോപ്പർലി മാനേജ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു വാസ്തവമാണ്. ആ മാനേജ് ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ചില നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികളുടെ ഭാഗമായി കൂടിയാണ്. ഇപ്പോൾ എടമൺ കൊച്ചി ഈ പറയുന്ന പോലെ പവർ ഹൈവേ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പുഗലൂർ മാഴക്കത്തറ പവർ ഹൈവേ എന്ന് പറയുന്നത്, ഇത്തരം പവർ ഹൈവേകളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് 3500ഓളം വരുന്ന മെഗാവാട്ടുകൾ വൈദ്യുതി നമുക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നടപ്പാക്കുന്നത് ഉടുപ്പി കാസർഗോഡും അതുപോലെ വയനാട് കാസർഗോഡും ഒക്കെയുള്ള ഇതുപോലെയുള്ള പവർ ഹൈവേകൾ അതുപോലെ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരറിയാം. ഇപ്പോൾ സംഭവിച്ചത് ഈ 3760 മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപഭോഗം ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വൈദ്യുതിയുടെ ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
ആ വർദ്ധിച്ചതിൻ്റെ കാര്യം ഇപ്പം കേരളം അനുഭവിക്കുന്ന അസഹനീയമായിട്ടുള്ള ചൂട് കൊണ്ടിട്ട് AC ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ കൊണ്ട് തന്നെ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗം കൂടി എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം 5200 വരുന്ന മെഗാവാട്ടിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മേജർ ജമ്പ് പെട്ടെന്നുണ്ടാകും എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വിചാരിച്ചില്ല. ആ വിചാരിക്കാത്തതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളോട് സത്യം പറയൂ, അതായത് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പവർ കട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പവർ കട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ചില ട്രാൻസ്ഫോമറുകൾ ചിലപ്പോൾ കത്തിപ്പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മെഗാവാട്ട് വൈദ്യുതി എന്ന് പറയുന്നത് 5800 വരുന്ന മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ ഈ പ്രതിദിനം ഉപഭോഗം കൂടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഉപഭോഗം ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് തന്നെ കൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അത് അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ആ കൂടുമ്പോൾ തന്നെ ചില കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വരുന്ന ഈ വൈദ്യുതി ഉപയോഗങ്ങളുള്ളത് കൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം ഏപ്രിലുമായിട്ട് 226 വരുന്ന ട്രാൻസ്ഫോമേഴ്സ് കത്തിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഏപ്രിൽ മാത്രം ഏതാണ്ട് 132 കത്തിപ്പോകുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞ ഈ പറയുന്ന പോലെ 26-27 വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3 ലക്ഷം രൂപ ചിലവ് വരും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഈ പറയുന്ന ഒരു കപ്പാസിറ്റിക്കും അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടി ഇവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. ഞാനിതിൻ്റെ വിദഗ്ധനൊന്നുമല്ല, പക്ഷേ ഇത്തരത്തിലുള്ള ചില ആളുകളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏതാണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്നും കുറച്ച് കഴിയുമ്പോഴേക്കും അത് മാറും എന്നുമൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ മാറുമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ചില ആളുകൾ ഈ പറയുന്ന പോലെ കൊടയും കുരിശും എടുത്ത് ഉടനെ തന്നെ ഗവൺമെൻറ്റിനെതിരെ പോവുകയാണ്. ഗവൺമെൻറ്റിനെതിരെ നമുക്ക് പറയാം, അതിലും തെറ്റൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ചുകൂടി ഭാവനാസമ്പന്നമായി കുറച്ചുകൂടി ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വീക്ഷണം അവർക്കുണ്ടായില്ല എന്ന് നമ്മൾക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊക്കെ പറയാനുള്ള അധികാരം നമുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ വികസനം നടക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ MG റോഡ് എന്ന് പറയുന്ന എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റോഡ് 100 ഫീറ്റ് റോഡായിട്ടാണ് ഏറ്റവും ആദ്യം വിഭാവനം ചെയ്തത്. പക്ഷെ അത് ആളുകളൊക്കെ സമരം ചെയ്തു. കാരണം എന്തിനാണ് ഇപ്പോൾ 100 ഫീറ്റ് റോഡ്, എന്തിനാണ് ഈ പറയുന്ന 70 അടി പോരെ എന്നൊക്കെ ചോദിച്ച് അവിടെയുള്ള ആളുകളൊക്കെ ഒരു സമരം ചെയ്ത് അത് 70 ഫീറ്റ് റോഡാക്കി. യഥാർത്ഥത്തിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോഴോ 20 കൊല്ലം കഴിയുമ്പോഴോ ഉണ്ടാകാൻ സാധ്യതയുള്ള വാഹനങ്ങളുടെ വർധനവ് മുൻകൂട്ടി കാണാൻ, ദ പ്രോബബിലിറ്റി ഓഫ് ഇൻക്രീസ് കാണാനായിട്ട് അവർക്ക് കഴിയാതെ പോയി എന്നുള്ളത് വാസ്തവമാണ്. നമ്മളിവിടെ തന്നെയുള്ള ഈ പറയുന്ന വൈദ്യുത പദ്ധതികളുടെ കാര്യത്തിലും അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയാതെ പോയി എന്നുള്ളതൊക്കെ ഒരു വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കരുതാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ K. കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ, അദ്ദേഹമായിരുന്നു ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല, രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുകയാണ്, അദ്ദേഹം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത്രത്തോളം വരുന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ചിലപ്പോൾ കുറച്ച് കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുണ്ടായ ഈ താൽക്കാലിക പ്രതിസന്ധിയെ ഉടനെ തന്നെ ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം അതുപോലെ തന്നെ LDF-ഉം ഒക്കെ തന്നെ ഒരു പ്രചരണം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നടത്തിയിരുന്നു. സർക്കാരിൻ്റെ കാലവും ഈ കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തി നടത്തിയിരുന്നു. പക്ഷെ അതിൽ ഇതൊക്കെ വിമർശിക്കുന്ന ആളുകൾ മറന്നുപോയൊരു കാര്യം, അന്ന് ഈ ഇലക്ട്രിസിറ്റിയുടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇരുണ്ട കാലം എന്ന് പറഞ്ഞത്, മറ്റ് നിരവധി കാരണങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലാതെ ഒരു സെക്ടറിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, മറ്റ് നിരവധി കാരണങ്ങൾ, അതായത് പെൻഷൻ മുടങ്ങിയ കാലം മുതൽ 18 മാസത്തേക്ക് മുടങ്ങിയ കാലം മുതൽ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു പ്രചരണം നയിച്ചത്. പക്ഷേ ഇടതുപക്ഷമാകുമ്പോൾ, തൊട്ടിപ്പുറത്ത് പിണറായി വിജയനാകുമ്പോൾ എന്തെങ്കിലും ഒരു വൈക്കോൽ തുരുമ്പെങ്കിലും കിട്ടിയാൽ, ഒരു പെൻസിൽ വില കിട്ടിയാൽ അത് വിള്ളലാക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കയ്യിൽ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ പറയുന്ന പോലെ ഒരു പവർ കട്ട്, അല്ലെങ്കിൽ അറിയാതെ തന്നെ ആളുകൾ മനഃപൂർവ്വമായി ഓഫാക്കുന്ന പവർ കട്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാൻ നിങ്ങൾക്കൊരവസരമായി. പക്ഷെ അത് താൽക്കാലികമാണ്, അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കൂടാതെ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടുപ്പി, കാസർഗോഡും വയനാട്, കാസർഗോഡും അടക്കമുള്ള നിരവധി പദ്ധതികൾ പുതിയതായിട്ട് നടപ്പിലാക്കുകയും പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ മറികടക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി നമ്മുടെ ഒരു ഗവൺമെൻറ് കൃത്യമായി പ്രവർത്തിക്കാത്തതിന് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാവനാസമ്പന്നമായ ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു കാര്യം അവർ ചെയ്തില്ല എന്നുള്ളൊരു വിമർശനം നിങ്ങൾക്ക് ഉന്നയിക്കാം. അതിനും അപ്പുറത്തേക്ക് ഇത് വെറും പിണറായി വിരുദ്ധത മാത്രമായി നിങ്ങൾ അധപ്പതിക്കരുത് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത്. അവർ കേൾക്കില്ലെങ്കിലും.